മധുരം മാംഗല്യം 4. രചന അവതരണം നിള കാർത്തിക. പാട്ടെങ്ങനെയൊക്കെയോ പാടി ഒപ്പിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഫാനിൻ്റെ അടിയിൽ നിന്നിട്ടും അവളെ വല്ലാതെ വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അപ്പോഴും വല്ലാത്തൊരു പ്രതീക്ഷയോട് കൂടി ചുറ്റിനും പരതി നടന്നു. ഇത്രയും മോശമായ രീതി പാടാൻ വേണ്ടിയിട്ടാണോ മഹാ നീ 1 മാസം എടുത്തത്? അതിശയം തന്നെ. കാർത്തി അവളെ നോക്കി കളിയാക്കി പറഞ്ഞിട്ടും അവനെ ശ്രദ്ധിക്കാതെ ആ പന്തലിലൂടെ വേഗത്തിൽ മുൻപോട്ട് നടന്നു. വീടിൻ്റെ ഗേറ്റും കടന്നു പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ആരിലോ ഇടിച്ച് നിന്നുപോയി മഹ. 2 കൈ ആ നെഞ്ചിലായി പതിപ്പിച്ച് വെച്ചുകൊണ്ട് മുഖം ഉയർത്തിയതേ മുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് ഞെട്ടി. താൻ എൻ്റെ താരെ ചിന്തിയെ? അവൻ്റെ നെഞ്ചിൽ വെച്ചിരുന്ന കൈ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ രൂക്ഷമായി ചോദിച്ചു. അവൻ്റെ മുഖത്തെ പുച്ഛഭാവത്തിൽ തന്നെയായിരുന്നു അവളുടെ നോട്ടം. എൻ്റെ പോക്കറ്റിൽ. ഇന്നാ എടുത്തോ. അവൻ കളിയാക്കിക്കൊണ്ട് അവൾക്ക് നേരെ പോക്കറ്റ് കാണിച്ചു ചിരിച്ചു. എടാ, എന്താ നിൻ്റെ ഉദ്ദേശം? നാളെ കല്യാണമായിട്ട് ചേച്ചി കൊണ്ടുപോകാനാണോ? നടക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാണക്കെട്ടിലേക്ക് വലിച്ചിടാൻ ഈ മഹാലക്ഷ്മി സമ്മതിക്കില്ല. അതുമാത്രമല്ല, നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ ചേച്ചി വരികയുമില്ല. പറയുന്നതിനൊപ്പം കൈമുറുക്കമേറിയതും അവളുടെ കഴുത്തൻ്റെ പിടുത്തമിട്ടു സച്ചി. അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പെണ്ണ് വല്ലാത്തൊരു അഹങ്കാരിയാണെന്ന്. കാശിൻ്റെയും സമ്പത്തിൻ്റെയും വല്ലാത്തൊരു ഹുങ്ക് ഓരോ വാക്കിലുമുണ്ട്. താരയ്ക്കുള്ള എളിമയും അച്ചടക്കവും മര്യാദയും ഒന്നും ഈ പെണ്ണിനില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ കാണുന്നത് തന്നെ തനിക്ക് വെറുപ്പാണ്. എന്താടി, അധികം കിടന്ന് പിടയ്ക്കല്ലേ നീ? ഒത്തിരി കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നീയേ നാണം കെടുകയുള്ളൂ. പിന്നെ ഈ സച്ചി, താൻ ആ കൃഷ്ണയെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കിയെടുക്കുക തന്നെ ചെയ്യുമടി. പറയുന്ന ഓരോ വാക്കിലും കോപത്തോടെ അവൻ അറിയാതെ തന്നെ മഹയുടെ കൈത്തണ്ടലിലെ പിടുത്തവും മുറുക്കിക്കൊണ്ടിരുന്നു. ബേബി പെങ്ക് നിറത്തിലുള്ള കുപ്പിവളകൾ അവൻ്റെ ആ കൈക്കുള്ളിൽ കിടന്ന് ഞെരിഞ്ഞു. വേദന എടുക്കുമ്പോൾ കോപത്തോടെ നോക്കി സച്ചിയെ മഹാലക്ഷ്മി. ഇപ്പോൾ തനിക്ക് വേണമെങ്കിൽ വിളിച്ചു പോവാം, എല്ലാവരെയും വിളിച്ചറിയിക്കാം. പക്ഷേ അതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഈ കല്യാണം വരെ മുടങ്ങിയെന്ന് വരാം. അതുമാത്രം ഈ മഹാ സമ്മതിക്കില്ല. അവളെയെന്നല്ല, ചിലപ്പോൾ നിന്നെ തന്നെ ഞാൻ പൊക്കിയിരിക്കും. കാണൂടി നിനക്ക്. നീ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ. പറയുകയും ബലമായി അവളുടെ കൈ പുറകോട്ട് തള്ളി മാറ്റി. കുറച്ച് മാറി നിന്ന് അവരെ രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നു ദേവൻ. അപ്പോൾ അകലെ നിൽക്കുന്നത് കാരണം എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും പലയിടത്ത് വെച്ചും ഇവൾ സച്ചിയോട് സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. താരയും സച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് താൻ കരുതിയിരുന്നത്. താരയെ താൻ ഒരിക്കൽ വഴക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ എതിർത്തൊന്നും പറയുകയോ ചെയ്തില്ല. എന്തിന്, ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിരുന്നില്ല. പക്ഷെ തെറ്റായിരുന്നു. ഇവർ തമ്മിലാണോ ഇനി? ഈ കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ അവൾ വലിയ ഇഷ്ടക്കേടൊന്നും കാണിച്ചുമില്ല. അപ്പോൾ അതിനർത്ഥം? അവൻ താടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് രൂക്ഷമായി തന്നെ നോട്ടം തുടർന്നു. ഇതേസമയം മഹയിൽ തന്നെ മെഴിയുറപ്പിച്ച് പാടുന്ന ശിവയുടെ മനസ്സ് ആ കാഴ്ച അസ്വസ്ഥതയുണ്ടാക്കി. മൈക്ക് നവീൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ സ്റ്റേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴും കണ്ണെടുക്കാൻ നോക്കി നിന്നത് പിന്തിഞ്ഞു നിൽക്കുന്ന മഹയിൽ തന്നെയായിരുന്നു. മഹാലക്ഷ്മിയോട് തോന്നിയ ഒരിഷ്ടം അതെന്നു മുതലാണെന്നുള്ളത് തനിക്ക് പോലും അറിയില്ല. ചിറ്റയുടെ കുഞ്ഞുവാവയെ കൊണ്ടവർ മദ്രാസിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് 2-ാം മാസമായിരുന്നു. അവളെ ആദ്യം കാണുമ്പോൾ തനിക്ക് പ്രായം 6. അന്ന് അമ്മ മടിയിൽ വെച്ച് തന്നപ്പോൾ ആ പിങ്ക് ഉണ്ടക്കവളിൽ ഉമ്മ വെച്ച് താൻ ചോദിച്ച ചോദ്യമുണ്ട്, ഈ കുഞ്ഞി പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന്. അന്ന് എല്ലാവരും തമാശയാക്കി എടുത്തുവെങ്കിലും അമ്മ ഇടയ്ക്ക് ഇത് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോൾ എപ്പോഴോ തൻ്റെ മനസ്സിൽ കയറി കൂടിയിരുന്നു മഹാലക്ഷ്മി. എൻ്റെ മഹ, ഈ ശിവയുടെ മഹ. ഇഷ്ടം പറഞ്ഞ് പ്രണയിച്ച് നടക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കല്യാണാലോചന മുമ്പോട്ട് വെച്ച് അവളെ ഞെട്ടിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. കയ്യിലെണ്ണാവുന്ന പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ സ്വന്തമായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിനിമയിൽ മ്യൂസിക് കമ്പോസർ എന്ന രീതിയിൽ നല്ലൊരു സ്പേസ് നേടിയെടുക്കാതെ ഒരു കല്യാണം അതിന് കഴിയുകയുമില്ല. അതാണ് തൻ്റെ ഇഷ്ടം. പറയാൻ ഇത്രയും താമസിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷേ ചോദ്യം സ്വയം ഒന്ന് ഉന്നയിച്ചു കൊണ്ട് മുൻപോട്ട് നടന്നു അവളുടെ അടുത്തേക്ക്. തൻ്റെ ചുവന്ന് പാട് വന്ന കൈത്തണ്ടി സൂക്ഷിച്ചു നോക്കി മഹ. തൻ്റെ മുമ്പിൽ നെഞ്ചും കൈയും കെട്ടി കൂസില്ലാതെ നിൽക്കുന്നവനെ അതേ ഭാവത്തോടെ അവളും നോക്കി. താൻ പൊക്കും അല്ലേ? കാണാം, നിൻ്റെ കോപ്പ് പൊക്കുമടാ. പറയുകയും പിന്തിരിഞ്ഞോടുന്നവളെ പിടിക്കാൻ കൈ നീട്ടി അവളുടെ ലഹങ്കയുടെ ഷാളിൽ പിടുത്തം വീണുപോയിരുന്നു. അവൾ ഷാൾ പിടിച്ചു വലിച്ചതും മുത്തിൻ്റെ ഭംഗിയുള്ള തൊങ്ങൽ അവൻ്റെ കൈക്കുള്ളിൽ പെട്ടിരുന്നു.
നിലത്തേക്ക് എറിയാൻ തുടങ്ങിയ സച്ചി ഏതോ ഓർമ്മയിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. കുട്ടാ, നിനക്ക് എന്താടാ? നീ എന്തിനാ പെണ്ണ് വെറുതെ വാശി കയറ്റാൻ നടക്കുന്നത്? ജിനീഷ് അവൻ തോളിത്തട്ട് ചോദിച്ചു. എനിക്ക് ആ സാധനത്തിനെ കാണുമ്പോൾ ദേഹം ആകെ ചൊറിഞ്ഞു വരും. ഇവളാണ് താരയുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മാറുന്ന മനസ്സാണെങ്കിൽ യഥാർത്ഥ സ്നേഹമാണോടാ? ജിനീഷിൻ്റെ സംസാരത്തിൽ ഞെട്ടി ചുളിച്ചു നോക്കി സച്ചി. അല്ല, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. നീ അതിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പേടിപ്പിക്കണ്ട. പിന്നെ ഇപ്പോൾ ഓടിപ്പോയ സാധനം അതൊരു ചെറിയ കാന്താരി മുളകാണ്. അല്ല, നല്ല കരണം പൊട്ടിയ മുളക്. അവസാനം എരിഞ്ഞു കയറാതെ സൂക്ഷിച്ചോണേ മോനെ. ജിനീഷ് പറയുമ്പോൾ ശിവയുമായി സംസാരിച്ച് നിൽക്കുന്നവളിലേക്ക് മാത്രമായിരുന്നു നോട്ടം. അപ്പോഴേക്കും സ്റ്റേജിലേക്ക് താര വന്ന് ഫോട്ടോഷൂട്ട് തുടങ്ങിയിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നവരൊക്കെ പോയപ്പോൾ രാത്രി 11 മണിയോളമായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും തളർന്നു പോയിരുന്നു. പലരും പന്തലിലും സ്റ്റേജിലുമായി ഇരിപ്പും കിടപ്പുമൊക്കെ ആയി കഴിഞ്ഞിരുന്നു. മഹാ, നീ ഇതാരെ നോക്കുക? കുറേ നേരമായല്ലോ. എളിയിൽ ഇരുകൈ കുത്തി ഗേറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് വിജനമായി കിടക്കുന്ന വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ് മഹ. അവളുടെ നടുമ്പുറത്തിനിട്ട് ഒരടിയും കൊടുത്ത് കാർത്തി ചോദിക്കുമ്പോൾ അവൾ മുൻപോട്ട് നാഞ്ഞുപോയി. നിൻ്റെ മറ്റവളെ. കാർത്തി മനോഹരമായെന്ന് ചിരിച്ചു കാണിച്ചു. ആണോ, റിയലി? അതോ നിൻ്റെ മറ്റവണെയാണോടി മുറപ്പെണ്ണെ? അവളുടെ മൂക്കിൻ തുമ്പി പിടിച്ച് വലിച്ചു. അതെ. അതെന്താ, നിനക്കൊക്കെ 5ഉം 10ഉം പ്രേമിക്കാൻ പറ്റും? ഈ മഹാലക്ഷ്മിക്കുമുണ്ട് നല്ല സുന്ദര കുട്ടന്മാർ. കാണണോ? കാർത്തി കണ്ണൊന്ന് തുറിച്ചു നോക്കി മഹയെ. എന്താ, സംശയമുണ്ടോ? അവൻ്റെ നെഞ്ചി തള്ളി ചോദിച്ചു. സത്യം? അവളൊന്ന് മൂളിക്കൊണ്ട് പിന്നെയും വഴിയിലേക്ക് നോക്കി. അപ്പോഴത്തെ സംഭവത്തിന് ശേഷം ഇടയ്ക്ക് ആ സദ്യയ്ക്ക് ഇരിക്കുന്നത് കണ്ടതാണ്. അയാളെയും ആ കൂട്ടുകാരനെ പിന്നെ കണ്ടതേയില്ല. പിന്നെ താനും യുവന്മാരുടെ ഇടയിൽ പെട്ടുപോയി. ആകെ ഒരു ആശ്വാസം ചേച്ചി കൺമുമ്പിൽ ഉണ്ടെന്നുള്ളതാണ്. ചിന്തിച്ചുകൊണ്ട് മുഖം ചെരിച്ചു നോക്കി. ചേച്ചിയുടെ കയ്യിലെ മെഹന്തി ഡിസൈൻ നോക്കി കാണുകയാണ് എല്ലാവരും. അതെ, മതി കേട്ടോ, എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. രാവിലെ എഴുന്നേൽക്കാനുള്ളതല്ലേ. വിജയൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. ശരിയാ, 5:30 അമ്പലത്തിൽ പോയിട്ട് പാർലറിൽ പോകേണ്ടതാണ്. മാലതി എഴുന്നേറ്റ് കൊണ്ട് പറയുമ്പോൾ തലയിൽ ഒരു മിന്നലേറ്റ പോലെ തോന്നിയതിൽ ഓടിച്ചെന്നു മഹാലക്ഷ്മി. താരേച്ചിയുടെ കൂടെ നാളെ ഞാനും കാർത്തിയേട്ടനും പൊക്കാളാം. അല്ലെങ്കിൽ വേണ്ട, ശിവേട്ടനോട് പോരട്ടെ. പറയുന്ന കൂടെ 2 പേരുടെയും കൈ പിടിച്ചൊന്ന് അമർത്തുന്നുണ്ട്. ഏയ്, ഞാനില്ല, എനിക്ക് ഉറങ്ങണം, പോയടി. കാർത്തി അവളുടെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിക്കുന്നുണ്ട്. നീ വരും, അല്ലെങ്കിൽ നിൻ്റെ പൂത്ത് തളർത്തുകൊണ്ടിരിക്കുന്ന 4 പ്രണയവല്ലിയുടെ മേലെ ഞാൻ മൂത്രമൊഴി. ബാക്കി പറയാൻ സമ്മതിക്കാതെ വായ പൊത്തിക്കളഞ്ഞു കാർത്തി. എൻ്റെ മഹാ നാറ്റിക്കല്ലേ നീ എന്നെ? വരുമോ? വരാം, നിവൃത്തിയില്ല പറഞ്ഞു പോയവൻ. അല്ലേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശിവയും എന്തിനാ വരുന്നത്? അവൻ പുരികമേർത്ത് ചോദിച്ചതൊന്ന് പോയി പതറിപ്പോയി മഹാ. അത് പേടിയായിട്ട്. അവനെങ്ങാനും. എന്താ പേടിയോ? എന്തിനാ? ആര്? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവൻ ചുഴിഞ്ഞു നോക്കി. അത് ഈ VIP ഈ ബോഡി ഗാർഡിനെ കൊണ്ടുപോകില്ലേ, അതുപോലെ. അവൻ പിന്നെയും ചൂഴ്ന്നു നോക്കിയും അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. വന്നേ, എനിക്ക് ഉറക്കം വരുന്നു. തനിക്കിന്ന് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു മഹാലക്ഷ്മി. അല്ലെങ്കിൽ ഇവൻ കുത്തി സത്യം മുഴുവൻ ഛർദ്ദിപ്പിക്കും. എന്നാൽ എല്ലാവരും വായോ, അപ്പുറത്തേക്ക് പോയേക്കാം. നവീൻ പറയുകയും മല്ലുവിനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കാൻ തുടങ്ങി. എല്ലാം കൂടി എങ്ങോട്ടാണ്? ഞങ്ങളെല്ലാവരും വിജയനങ്കിളിൻ്റെ വീട്ടിൽ കിടന്നോളാം. നിങ്ങൾ കടുമട്ടല്ല ഇവിടെ കിടന്നോ. അല്ലു പറയുന്നതിനൊപ്പം നവീൻ്റെ കൈ പിടിച്ച് വലിച്ചു. താരേ, വാടി. കാർത്തി അവളുടെ കൈ പിടിച്ച് വലിച്ചു. അവൾ ഇവിടെ നിന്നോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ. ദേവ് ഉടുത്തിരിക്കുന്ന മുണ്ടിനെ ഒന്ന് മടക്കി കുത്തി നടുക്കായി നിന്നു. അതെന്ത് പണിയാ ദേവേട്ട? ഇന്നും കൂടി ഞങ്ങൾക്ക് ചേച്ചിയെ കിട്ടുകയുള്ളൂ. ഞങ്ങൾ പിള്ളേരെല്ലാം അപ്പുറത്ത് കാണും. ചുമ്മാതെ ഉടക്കിടല്ലേ. മഹാ താരയുടെ കൈ മുറുകെ പിടിച്ചാണ് പറയുന്നത്. വാ പോകാം. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ കിടന്നാളാം മഹാ. വേണ്ടല്ലോ, എന്നിട്ട് കണ്ണ് തെറ്റിക്കഴിയുമ്പോൾ അവൻ്റെ കൂടെ ഒളിച്ചോടാനല്ലേ. എൻ്റെ കൊക്കിന് ജീവനുള്ളപ്പോൾ സമ്മതിക്കില്ല ഞാൻ. വന്നേ പറയുകയും മതിൽ കെട്ടാതെ മുറ്റമായിട്ടുള്ള മഹായുടെ വീട്ടിലേക്ക് നടന്നു. ആൺപിള്ളേരൊക്കെ അപ്പോൾ തന്നെ വീടിൻ്റെ ടെറസിലേക്ക് പോയിരുന്നു. താര മഹയുടെ മുറിയിലേക്ക് പോയി. കൂടെ മഹായും. താരയുടെ തണുപ്പും മട്ടും ഉറക്കച്ചടവും കണ്ട് മഹയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലും തോന്നിയെന്നുള്ള സത്യമാണ്. ഇതൊക്കെ അഭിനയമായിരിക്കും. നൈസായിട്ട് മുങ്ങാനുള്ള പണിയാണോ അതോ ഇവള് തേച്ചോ? മഹാ, എടി. ശില പോലെ നിൽക്കുന്നവളുടെ കയ്യിൽ തട്ടി വിളിച്ചു താര.
അപ്പോൾ ചേച്ചി സത്യമായിട്ടും പോകുന്നില്ലേ? എങ്ങോട്ട്? പെട്ടെന്ന് അവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ കണ്ണൊന്ന് മിഴിഞ്ഞു പോയി ആര്യയുടെയും. അയാളില്ലേ, ആ മെക്കാനിക്ക്? കണ്ണേട്ടനോ? കണ്ണേട്ടനല്ല, ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നു മഹാ. അല്ലെങ്കിൽ ഞാൻ പോണില്ല, പോരെ? ഉറപ്പാണേ? ഉറപ്പ്. നീ പറയുന്നതാ ശരി. എന്നിപ്പോൾ ഒരാൾക്ക് കണ്ണേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ പാടാവും. താര പറയുന്നത് കേട്ടതും അതുവരെ ടെൻഷൻ അടിച്ചിരുന്ന അവളുടെ ഹൃദയം ഒന്ന് തണുത്തു. എന്നാൽ ശരിയടി, ഗുഡ് നൈറ്റ്. രാവിലെ എഴുന്നേൽക്കണ്ടേ? താര കൈപൊക്കി കാണിച്ചു മഹായുടെ ബെഡിലേക്ക് കിടന്നിരുന്നു. നീ ഇപ്പോൾ കിടക്കുന്നില്ലേ? കഥ കടച്ചേക്ക്, ഞാൻ അവന്മാരെ നോക്കിയിട്ട് ഇപ്പോൾ വരാം. പറയുന്നതിനൊപ്പം വാതിൽക്കെ കഥ കടച്ചിട്ടുണ്ടോ എന്ന് നോക്കി. പിന്നെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയത് നവീൻ പടികൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എടി മഹേ, വന്നാൽ സാധനം തരാം. ഉണ്ടോ? പിന്നെ അത് നിൻ്റെ ദേവ് മാജിക് ഫേവററ്റ് മാവജിക്ക് മൊമെൻറ്റ്സ് ശിവേട്ടൻ കൊണ്ടുവന്നതാ. നവീൻ അവളോട് ഒതുക്കത്തിൽ പറയുമ്പോൾ കണ്ണൊന്ന് വിടർന്നു. ഞണ്ണാൻ വല്ലതുമുണ്ടോ? പച്ചയ്ക്കാണ് ഞാനില്ല. പറയുമ്പോൾ അവൾ തൻ്റെ അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് നോക്കുന്നുമുണ്ട്. പിന്നെ ബീഫ് കാന്താരി ഇട്ടത്, ചിക്കൻ ഉലത്തിയത്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്. കേട്ടതും അവളുടെ വായിൽ കപ്പലോടിക്കാൻ വെള്ളം കവിഞ്ഞു. ഉള്ളതാണോടേ? അതേടി, നീ വാ. നവീൻ്റെ ഒപ്പം പടികൾ കയറുമ്പോഴും സച്ചിയുടെ മുഖം അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു അവളെ. എനിക്കിന്ന് കുടിച്ച് ബോധം കെട്ടുറങ്ങണം. എന്തിന്? അത്ര വേണോ നീ? ഞങ്ങളുടെ മുറപ്പെണ്ണാണേ. പോടാ, എനിക്കൊരു മുഖം മറക്കണം. ഇന്ന് രാത്രിയോടെ ആ മുഖത്തെ പറിച്ചെറിഞ്ഞ് കളയണം. അവൻ്റെ ഒരു ഒളിച്ചോട്ടം കാണിച്ചു കൊടുക്കാൻ ഞാൻ. പറഞ്ഞുകൊണ്ട് ടെറസിലേക്ക് ഓടിയത് കൊണ്ട് അവസാനം പറഞ്ഞത് നവീൻ കേട്ടില്ല. ഓടിച്ചെന്ന് ചുറ്റിയിരിക്കുന്നവരുടെ നടുക്കായി ഇരിപ്പുറപ്പിച്ച് മഹാ. ഒഴുക്കി ശിവേട്ട. ഗ്ലാസ് നീട്ടിപ്പിടിച്ചിരിക്കുന്നവളെ അതിശയം കലർന്ന് നോക്കി ശിവ. പ്ലീസ്, അവളൊന്ന് കൊഞ്ചി. ഈ സമയം മഹായുടെ വീടായ മയൂരത്തിൻ്റെ പുറകുവശത്തെ മതിൽ ചാടിക്കടക്കുകയായിരുന്നു സച്ചി. തുടരും. കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിവ്യൂ തരണമെന്ന് പറയുന്നു.